ഇടതുപക്ഷം തീർച്ചയായും മൂന്നാമതും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഇവിടെ നാട്ടിലെ ആളുകൾക്കൊരു സംശയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു 2-3 മാസം മുന്നേ വരെ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിനെതിരായി ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ കുറേ മാറി വന്നതുപോലെയാണ് നമ്മൾ താഴെ ഒരാളുകളുടെ ഒരു പൾസ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. സർക്കാർ തുടരണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാര്യം എന്താ? അതിൻ്റെ ഒരു കാര്യം കഴിഞ്ഞ 10 വർഷക്കാലം കേരളം അതിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഒരു 10 കൊല്ലം മുന്നേയൊക്കെ വരെ ഈ നമ്മുടെ അന്നൊക്കെ യൂട്യൂബർമാർ ഇത്രയൊന്നുമില്ല, പക്ഷെ ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ കേരളത്തിന് വെളിയിൽ പോയിട്ട് ആ റോഡ് ഈ റോഡ് ബോംബെ നിന്ന് പൂനെക്കുള്ള റോഡ് എന്നൊക്കെ പലപ്പോഴും ഇങ്ങനെ ഒക്കെ കണ്ടു കാണും. ഇതുപോലുള്ള റോഡ് നമ്മുടെ നാട്ടിൽ വന്നാൽ എത്ര നന്നായിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ടുള്ള ഒരാൾ, ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ അല്ലെങ്കിൽ തെലങ്കാനയിലോ മറ്റെവിടെയെങ്കിലും പോയിട്ടുള്ള ഒരാൾ അവിടുത്തെ ഒരു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് 10 കൊല്ലം മുന്നേ, അല്ലെങ്കിൽ ഒരു 5-8 കൊല്ലം മുന്നേ? ഇതൊരു അംഗൻവാടി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലോ, റോഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങളിൽ മുൻതൂക്കം നഷ്ടപ്പെടുത്താതെ പശ്ചാത്തല വികസനത്തിൽ ഊന്നി എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാരുകളുടെ വികസന സമീപനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം. ഒരു 60,000 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ, പദ്ധതികൾ, റോഡാവട്ടെ, കെട്ടിടങ്ങളാകട്ടെ, സ്കൂളുകളാകട്ടെ, ഹോസ്പിറ്റലുകളാവട്ടെ, എന്തോ ആവട്ടെ, ഈ കെട്ടിടങ്ങൾ ഒന്നുകിൽ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ പകുതിയായിട്ടുണ്ട്, കാൽഭാഗമായിട്ടുണ്ട്, പൂർത്തീകരണത്തിലേക്ക് നിൽക്കുകയാണ്. അത് വരാനിരിക്കുകയാണ്. അതുകൂടി വന്നാൽ കേരളത്തിന്റെ പശ്ചാത്തല മേഖലയിൽ ഉണ്ടായിട്ടുള്ളൊരു വികസനം അത്ഭുതകരമല്ലേ? അത്തരമൊരു സർക്കാരിന് ഞാൻ അതിൻ്റെ ഓരോന്ന് എണ്ണിപ്പെറുക്കി പറയുന്നില്ല, അത് ജനങ്ങൾക്ക് താഴെ ഫീൽ ചെയ്യുന്നില്ലേ? പക്ഷേ ഇടതുപക്ഷം നേരിടുന്ന ചില വെല്ലുവിളികളുണ്ട്. അതെന്താന്ന് വെച്ചാൽ, പിണറായി വിജയൻ ഭരിക്കുമോ എന്ന ചോദ്യം, ഇതിനിപ്പോൾ എനിക്ക് ഉത്തരവില്ല. ഇടതുപക്ഷം തീർച്ചയായും മൂന്നാമതും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഇവിടെ നാട്ടിലെ ആളുകൾക്കൊരു സംശയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരു 2-3 മാസം മുന്നേ വരെ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിനെതിരായി ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ കുറേ മാറി വന്നതുപോലെയാണ് നമ്മൾ താഴെ ഒരാളുകളുടെ ഒരു പൾസ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കുറേ സർവേകളൊക്കെ മനോരമ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇടതുപക്ഷത്തിനെതിരായി സംഘടിപ്പിച്ച സർവേകളിലെല്ലാമുള്ള ഒരു റിസൾട്ട് നിങ്ങൾ കണ്ടു കാണും. ഒരു 50% അല്ലെങ്കിൽ 46, 48, 50 ആ റേഞ്ചിൽ ആൾക്കാർ പറയുന്നത് ഈ സർക്കാർ തുടരണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാര്യം എന്താ? അതിൻ്റെ ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷക്കാലം കേരളം അതിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ആ വികസന പ്രവർത്തനത്തിൻ്റെ, ഇടതുപക്ഷ വികസനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇടതുപക്ഷം അതൊരു ബദലാണെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അത് ബദലാവുന്നത്? അത് ബദലാവാനുള്ളൊരു കാര്യം, അത് സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് നൽകുന്ന വലിയ ഊന്നലാണ്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു വ്യത്യാസം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കേരളത്തിലെ ഗവൺമെൻറ്റിന്, ഒരു ലെഫ്റ്റ് ഗവൺമെൻറ്റിന് 100 രൂപ കിട്ടിയെന്ന് വിചാരിക്കും. വേറെ ഒരു യു-പിയിലെ, വെറുതെ പറയുകയാണ്, യു-പിയിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് ഏത് വേണിച്ച് നിങ്ങൾക്കിട, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന അവർക്കും ഒരു 100 രൂപ കിട്ടിയെന്ന്. ഈ 100 രൂപ നിങ്ങൾ എങ്ങനെ ചെലവഴിക്കണം? യഥാർത്ഥത്തിൽ ഒരു സർക്കാരിൻ്റെ പൊളിറ്റിക്സ് ഇരിക്കുന്നത് അതിൻ്റെ ചെലവിലാണ്. എക്സ്പെൻഡിച്ചർ എന്താണ് എന്നുള്ളതാണ്. കാരണം ചെലവിലൊരു പ്രയോറിറ്റി ഉണ്ട്. എന്താണ് ലെഫ്റ്റ് ഗവൺമെൻറ്റുകളുടെ സ്വാഭാവികമായിട്ടുള്ള സ്വതവേ ഉള്ളൊരു രീതി? ഈ 100-ൽ ഒരു വലിയ ശതമാനം, ഒരു 70 രൂപ എന്ന് വയ്ക്കാം, അത്ര കറക്റ്റായിട്ടല്ല, ഞാനൊരു മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഒരു മെജോറിറ്റി എന്നുള്ള നിലയ്ക്ക് പറയാണ്, ക്ഷേമ പ്രവർത്തനത്തിന് വയ്ക്കും. അപ്പോൾ പെൻഷൻ കൊടുക്കും, അരി കൊടുക്കും, അതായത് ഇങ്ങനെയൊക്കെ അറിയാമല്ലോ. അപ്പോൾ ബാക്കി 30 രൂപയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നൊരു ഒരു വിമർശനം എന്താണ്? നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മോശമാണ്, നമ്മുടെ റോഡുകൾ മോശമാണ്, അതാണ് ഇതാണ് തുടങ്ങിയിട്ടുള്ള കാര്യം. അതേ സമയത്ത് ഒരു വലതുപക്ഷത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഒരു പ്രയോറിറ്റി എന്താണ്? അവർ പലപ്പോഴും ക്ഷേമത്തിന് മുൻതൂക്കം കൊടുക്കില്ല. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഒരു 10 കൊല്ലം മുന്നേയൊക്കെ വരെ ഈ നമ്മുടെ അന്നൊക്കെ യൂട്യൂബർമാർ ഇത്രയൊന്നുമില്ല, പക്ഷെ ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ കേരളത്തിന് വെളിയിൽ പോയിട്ട് ആ റോഡ് ഈ റോഡ് ബോംബെ നിന്ന് പൂനെക്കുള്ള റോഡ് എന്നൊക്കെ പലപ്പോഴും ഇങ്ങനെ ഒക്കെ കണ്ടു കാണും. ഇതുപോലുള്ള റോഡ് നമ്മുടെ നാട്ടിൽ വന്നാൽ എത്ര നന്നായിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ടുള്ള ഒരാൾ, ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ അല്ലെങ്കിൽ തെലങ്കാനയിലോ മറ്റെവിടെയെങ്കിലും പോയിട്ടുള്ള ഒരാൾ അവിടുത്തെ ഒരു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് 10 കൊല്ലം മുന്നേ, അല്ലെങ്കിൽ ഒരു 5-8 കൊല്ലം മുന്നേ? ഇതൊരു അംഗൻവാടി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലോ, റോഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലോ? കണ്ടിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? അതാണ് വലതുപക്ഷത്തിൻ്റെ വികസനം. അവർ ആ കാര്യത്തിൽ ഒരു പ്രാധാന്യം കൊടുക്കില്ല. അപ്പോൾ ഇടതുപക്ഷത്തിന് പക്ഷേ ഒരു വിമർശനം ഉണ്ടായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മോശമാണ്. എന്താണ് പിണറായി സർക്കാർ, 2 സർക്കാരുകളും ചെയ്തത്? അതാണ് കിഫ്ബി എന്ന് പറയുന്നൊരു കാര്യം. ഞാനത് വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങളിൽ മുൻതൂക്കം നഷ്ടപ്പെടുത്താതെ
പശ്ചാത്തല വികസനത്തിൽ ഊന്നി എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാരുകളുടെ വികസന സമീപനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം. ഇപ്പോൾ കിഫ്ബിയുടെ ഒരു കാര്യം പറഞ്ഞാൽ 1,10,000 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി ഏറ്റെടുത്തിട്ടുള്ളത്, ചില്ലറയല്ല. ഇപ്പൊ അതിലൊരു 50,000 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാലോ ഒരു 60,000 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ, പദ്ധതികൾ, റോഡാവട്ടെ, കെട്ടിടങ്ങളാകട്ടെ, സ്കൂളുകളാകട്ടെ, ഹോസ്പിറ്റലുകളാവട്ടെ, എന്തോ ആവട്ടെ, ഈ കെട്ടിടങ്ങൾ ഒന്നുകിൽ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ പകുതിയായിട്ടുണ്ട്, കാൽഭാഗമായിട്ടുണ്ട്, പൂർത്തീകരണത്തിലേക്ക് നിൽക്കുകയാണ്. അത് വരാനിരിക്കുകയാണ്. അതുകൂടി വന്നാൽ കേരളത്തിന്റെ പശ്ചാത്തല മേഖലയിൽ ഉണ്ടായിട്ടുള്ളൊരു വികസനം അത്ഭുതകരമല്ലേ? അത്തരമൊരു സർക്കാരിനെ ഞാൻ അതിന്റെ ഓരോന്ന് എണ്ണിപ്പെറുക്കി പറയുന്നില്ല, അത് ജനങ്ങൾക്ക് താഴെ ഫീൽ ചെയ്യുന്നില്ലേ? ഈ സർക്കാരിനെ പറ്റി ജനങ്ങൾക്ക് അത്തരമൊരു എന്തെങ്കിലുമൊക്കെ കുറ്റം പറയാനുണ്ടോ? അത് വേറൊരു കാര്യമാണ്. ഇത് രാഷ്ട്രീയമായിട്ടുള്ളൊരു കാരണം കൊണ്ട് കൂടി പറയുന്നൊരു കാര്യമാണ്. അതല്ല, ഒരു കോമൺ പീപ്പിൾ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കൊരു പരിഗണന കിട്ടിയിട്ടില്ല എന്ന് പറയാവുന്ന ആരാനുള്ളത്? 12 വർഷമായിട്ട് 1 രൂപ സ്കീം വർക്കർമാർക്ക്, ആശാ വർക്കർമാർക്ക് യൂണിയൻ സർക്കാർ കൊടുത്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ 2 ഘട്ടങ്ങളിൽ 1000 വെച്ച് കൂട്ടിയില്ലേ? ഇന്ത്യയിലെ മിഡ് ഡേ മീൽസ്, അതൊക്കെ യൂണിയൻ സർക്കാരിൻ്റെ സ്കീമുകളാണ്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്. മിഡ് ഡേ മീൽസിന് എത്രയാണ് ഇന്ത്യയിൽ കൂലി എന്ന വിചാരം? 1000 റുപ്യാണ്. അതിൽ 600 രൂപ മാസമാണേ. 600 രൂപ യൂണിയൻ സർക്കാരും 400 രൂപ സംസ്ഥാനങ്ങളും. കേരളത്തിൽ ഒരു ഉച്ചഭക്ഷണ തൊഴിലാളിക്ക് സ്കൂളുകളിലൊക്കെ, നമ്മുടെ എല്ലാം മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ കിട്ടുന്നത് എത്ര? 10,000 മുതൽ 15,000 രൂപ വരെയാണ്. ഇങ്ങനെ ഓരോന്നും ഞാൻ എണ്ണിപ്പെറുക്കി പറയുന്നില്ല. ഇതെല്ലാം അനുഭവിച്ച ജനങ്ങൾ എന്തിന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കയറ്റാതിരിക്കണം? ഇടതുപക്ഷ സർക്കാരിനെ അധികാരത്തിൽ കയറ്റാതിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. അപ്പോൾ പക്ഷേ ഇടതുപക്ഷം നേരിടുന്ന ചില വെല്ലുവിളികളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു അനുഭവം, ആ അനുഭവം ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഇടതുപക്ഷം കാണിക്കേണ്ടത് എന്നൊരു അഭിപ്രായക്കാരനാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മുസ്ലിം ലീഗ് UDFന്റെ ഒരു പ്രവർത്തനത്തിൻ്റെ നേതൃത്വത്തിൽ വരുന്നു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വലിയ തോതിൽ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഇടയിൽ ഈ സർക്കാർ മുസ്ലിം വിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത്. CPM ഒരു പ്രോ BJP ആണ്. പിണറായി വിജയൻ തൊട്ട് ആരാണിപ്പോൾ സംഘീയല്ലാത്തത്? ഞാനൊക്കെ വ്യക്തിപരമായി, ഞാനെല്ലാം ഒരു പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, പാർട്ടിയുടെ വലിയ നേതാവൊന്നുമല്ല. പക്ഷേ ഒരു 10, 15, 20 വർഷമായി സംഘപരിവാർ രാഷ്ട്രീയത്തെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന, എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് സാധ്യമായ തരത്തിൽ. പിണറായി വിജയൻ തൊട്ട് ഞാൻ വരെയുള്ള ആൾക്കാർ മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ ചിലരുടെ കണ്ണിൽ സംഘപരിവാറുകാരാണ്. DS സംഘപരിവാറാണ്, പിന്നെ സ്വരാജാണ്, ശൈലജ ടീച്ചറാണ്, A വിജയരാഘവനാണ്, പിണറായി വിജയനാണ്. എന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു നെറേറ്റീവ് ജമാഅത്തെ ഇസ്ലാമിയാണ് അത് ഉണ്ടാക്കിയത്. സംഘാവ് എന്നുള്ള വാക്ക് അവരുണ്ടാക്കിയതാണ്. അത് പ്രചരിപ്പിക്കുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ ലീഗ് എന്താണ് കഴിഞ്ഞ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെയ്തത്? ഒരു സമുദായത്തിലെയും ആളുകൾ, ഒരു മതത്തിലെയും ആളുകൾ സ്വന്തം നിലയ്ക്ക് വർഗീയവാദികളല്ല. ഹിന്ദുവുമല്ല, മുസ്ലിമുമല്ല, ക്രിസ്ത്യാനിയുമല്ല, ആരുമല്ല, സ്വന്തം നിലയ്ക്ക്. പക്ഷേ ഈ വർഗീയ സംഘടനകൾ ഈ മതത്തിലെ മനുഷ്യരെ, അതിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ വർഗീയവാദികളാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലീഗിൻ്റെ ഒരു പാഠമുണ്ട്, പാഠം ഇൻവെർട്ടഡ് കോമ. അതെന്താണ്? മുസ്ലിം ജനസാമാന്യം സെക്കുലറായി ചിന്തിച്ചാൽ ലീഗിൻ്റെ കാര്യം കഷ്ടത്തിലാവും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയത്ത് ഈ ജനങ്ങളെ സെക്കുലറായി ചിന്തിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നൊരു പദ്ധതി തെരഞ്ഞെടുപ്പ് സമയത്ത് ലീഗിനുണ്ട്. എൻ്റെ ഒരു ഫീല് ഞാൻ പറയാം. ഈ മുസ്ലിം സാമുദായിക രാഷ്ട്രീയം ഒരു കാര്യമാണ്, നമ്മളെല്ലാം അത് അപ്ഹോൾഡ് ചെയ്യാൻ, ഉയർത്തിപ്പിടിക്കാൻ. പക്ഷെ മുസ്ലിം വർഗീയ രാഷ്ട്രീയം വേറൊരു കാര്യമാണ്. ഹിന്ദു വർഗീയത എങ്ങനെ എതിർക്കപ്പെടുന്നുവോ അതേ തലത്തിൽ, അതേ തരത്തിൽ, അതേ ശക്തിയിൽ മുസ്ലിം വർഗീയതയും എതിർക്കപ്പെടണം. പക്ഷെ ഇത് വളരെ മൈന്യൂട്ടായി നോക്കിയാൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മുസ്ലിം സാമുദായിക രാഷ്ട്രീയവും മുസ്ലിം വർഗീയതയും തമ്മിലുള്ള വ്യത്യാസം വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയില്ല. ഞാൻ ആവർത്തിക്കുകയാണ്, മുസ്ലിം സാമുദായിക രാഷ്ട്രീയത്തെ നാം മാനിക്കണം, അതിനെ ഉയർത്തിപ്പിടിക്കണം. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ മുസ്ലിം വർഗീയ രാഷ്ട്രീയത്തെ നഖശിഖാന്തം എതിർക്കണം. കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സംഘപരിവാറിനെ നേരിടുന്നതിനുള്ള ഒരു മെത്തഡോളജിയുണ്ട് എന്നാണ് എൻ്റെ ഒരു ബോധ്യം. ആ ഒരു സംഗതി കയ്യിലുണ്ട്. കാരണം അത് എത്രയോ വർഷങ്ങളായി, അത് 1-2 ദിവസമല്ല, 1-2 വർഷങ്ങളായി അത് പരിശീലിച്ചു വരുന്ന ഒരു കാര്യമാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേ അർത്ഥത്തിൽ
ലീഗിൻ്റെ വർഗീയ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാൻ എല്ലാ സ്ഥലത്തും സാധിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ആ ലീഗിൻ്റെ ഒരു വർഗീയ രാഷ്ട്രീയം എങ്ങനെ? ലീഗിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം പറയാം. ഞാൻ പ്രവർത്തിക്കുന്ന പ്രദേശത്ത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം, ഒരു സ്ഥലത്ത് 60-65% മുസ്ലിം ജനസംഖ്യയുള്ള ഒരു വാർഡാണ്. അപ്പോൾ ആളുകൾ ചിലരിപ്പോൾ സംഘപരിവാറൊക്കെ പറയാം മുസ്ലിങ്ങൾക്കാണ് വോട്ട് ചെയ്യുക. തെറ്റായിട്ടുള്ള കാര്യമാണിത്. ആ വാർഡിൽ കോൺഗ്രസ് ആയിരുന്നു ഞങ്ങളുടെ എതിരാളി. ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നൊരാളായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. LDF മത്സരിച്ച് CPIയുടെ ഒരു സ്ഥാനാർത്ഥിയാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം നിലവിലൊരു മെമ്പർ കൂടിയായിരുന്നു. വേണമെങ്കിൽ മെമ്പറൊക്കെ അതിൻ്റെ ഒരു ചെറിയ എതിർപ്പൊക്കെ ഉണ്ടാവാമല്ലോ. പക്ഷേ ജനങ്ങൾ ഈ ഹിന്ദുവായിട്ടുള്ള CPIക്കാരനായിട്ടുള്ള നിലവിൽ മെമ്പറായിട്ടുള്ള ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അപ്പം മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് ശരിയല്ല. ഇത് നിങ്ങൾ കേരളത്തിലാകെ നോക്കിയാൽ ഇത് കാണാൻ പറ്റും. പക്ഷെ ലീഗ് വരുന്നിടത്തൊരു മാറ്റം വരുന്നുണ്ട്. അതെന്താണ്? ലീഗ് വരുന്നൊരു പ്രദേശങ്ങൾ, ലീഗ് ഇതിൻ്റെ നേതൃത്വത്തിൽ വരുന്നൊരു പ്രദേശത്ത്, മുസ്ലിങ്ങൾ ഉള്ളൊരു സ്ഥലത്ത് ആ മുസ്ലിം ജനസാമാന്യത്തെ വർഗീയമായി ചിന്തിക്കാൻ അവർ പ്രേരിപ്പിക്കും, പരിശീലിപ്പിക്കും. ഇപ്പോൾ SIR ഒക്കെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തി. SIR പിണറായി വിജയനും മോദിയും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് എന്ന് വ്യാപകമായി ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരു വീടാന്തരം കയറി പ്രചരിപ്പിച്ചു. സ്വാഭാവികമായും അത്തരമൊരു ആശങ്ക വരുമ്പോൾ, ജനങ്ങളുടെ ഒരു മതസ്വത്വം അവരറിയാതെ ഉണർത്തിവിടുന്നൊരു സന്ദർഭം വരുമ്പോൾ പിന്നെ റോഡ്, സ്കൂള്, കെട്ടിടം, വികസനങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ മുകളിൽ ഈ ഒരു സ്വത്വബോധവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഞങ്ങളുടെ സ്വത്തും അപകടത്തിലാണ്, ഞങ്ങളുടെ ഐഡന്റിറ്റി അപകടത്തിലാണ് എന്നൊരു തോന്നലുണ്ടായാൽ പിന്നെ ദേശീയപാതയ്ക്ക് വോട്ടുണ്ട് എന്ന് കരുതരുത്. പവർ കട്ടില്ലാത്ത കേരളത്തിന് വോട്ടുണ്ട് എന്ന് കരുതരുത്. അത് വേറൊരു കാര്യമാണ്. അപ്പം ഈ ഒരു വർഗീയമായി ആളുകളെ ചിന്തിപ്പിക്കാൻ മുസ്ലിം ലീഗ് നടത്തുന്ന പരിശ്രമങ്ങളെ എങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നത് ആയിരിക്കും ഒരു പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന ഒരു വലിയ ചോദ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കൃത്യമായി ആ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായും സെക്കുലറായിട്ടുള്ള നാട്ടിലെ മനുഷ്യന്മാരെല്ലാം സെക്കുലറാണ്. സ്വാഭാവികമായിട്ടും അപ്പോൾ അവർ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യും. അതർവൈസ് വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വികസന രാഷ്ട്രീയമല്ല ചർച്ചയ്ക്ക് വന്നത്, പലയിടങ്ങളിലും വർഗീയ രാഷ്ട്രീയമാണ് ചർച്ചയ്ക്ക് വന്നത്, സ്വത്വ രാഷ്ട്രീയമാണ് ചർച്ചയ്ക്ക് വന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷം തോറ്റുപോയത്. ആ ഒരു കാര്യം ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ആണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞൊരു 2-3 മാസത്തിനിപ്പുറമായി ഒരു നമ്മുടെ ഒരു സോഷ്യൽ ഫാബ്രിക്കിൽ നമ്മൾ നോക്കിയാൽ സ്വത്വ രാഷ്ട്രീയവും വർഗീയ രാഷ്ട്രീയവും ഒക്കെ താഴേക്ക് പോകുന്നതിൻ്റെയും ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയത്തിൻ്റെ ആശയങ്ങൾ മുന്നിലേക്ക് കയറി വരുന്നതിൻ്റെയും ലക്ഷണങ്ങളാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരാൻ ഇടയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു.